ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ അരുൺ മോഹൻ കൂടി ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറാണ്. ശ്രീ അരുൺ മോഹൻ, അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ, അതായത് കാസർഗോഡ് ജില്ലയിൽ VD സവർക്കറുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യപേപ്പർ വരുന്നു. സത്യം പറഞ്ഞാൽ അങ്ങേയറ്റം പ്രശംസിക്കണം ആ അധ്യാപകരെ. കാരണം സവർക്കറുടെ 27 വർഷത്തെ ജയിൽ ശിക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. അത് കുഞ്ഞുങ്ങൾ അറിയേണ്ടതാണ്. പക്ഷേ മറുഭാഗത്ത് ഈ ചോദ്യപേപ്പർ ഇട്ട അധ്യാപകരോട് ഇപ്പോൾ വിശദീകരണം തേടുകയും സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഒരു വിഭാഗം ഈ ചോദ്യപേപ്പറിനെ വിമർശിക്കുകയും ചെയ്യുകയാണ്. അങ്ങ് എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? ഈ സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരിക്കുന്നവരോട് നമുക്ക് ഉള്ള പ്രഥമമായ ചോദ്യം, ഇതിന്റെ ഉത്തരം പറഞ്ഞതിന് ശേഷം അവരുടെ കമന്റ് പറയുന്നതായിരിക്കും കൂടുതൽ ഉചിതമെന്നായിരിക്കും. കാര്യം എന്തെങ്കിലും പറഞ്ഞു പോകുന്നതല്ലാതെ സ്പെസിഫിക്കായി അക്കാഡമിക്കായി ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം കുട്ടികൾ നൽകുക എന്നുള്ളതാണ് പാഠ്യപദ്ധതിയിലൂടെ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഒരു പാഠ്യപദ്ധതിയിൽ ഒരു ചോദ്യപേപ്പർ തയ്യാറാക്കുമ്പോൾ വളരെ കൃത്യമായി അതിന് ഉത്തരം ഉള്ളത് കൊണ്ട് തന്നെയാണ് അധ്യാപകൻ അങ്ങനെ തയ്യാറാക്കിയത്. ഭാരത സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ആ പോരാട്ട കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ വർഷം ജയിൽവാസം, സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജയിൽവാസം അനുഭവിച്ച ബ്രിട്ടീഷുകാർ തടവിലാക്കപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി ആര്? ചോദ്യം വളരെ വ്യക്തമാണ്. ഇത് നമ്മൾ ഇന്നിപ്പോ ഒരു ഉത്തരം നേടാൻ വേണ്ടി വളരെ പെട്ടെന്ന് ഗൂഗിളിലോ അല്ലെങ്കിൽ ChatGPT ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നവരാണ് നമ്മളെല്ലാവരും. അങ്ങനെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂ. ഈ പറയുന്നവര് വെറുതെ അവരുടെ ഫോണിൽ ഇത്തരത്തിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ ആദ്യം വരുന്ന പേര് VD സവർക്കർ എന്നാണ്. അപ്പൊ ഇതിനെ നമുക്ക് മറച്ചു പിടിക്കാൻ കഴിയില്ല. അതൊരു സത്യമാണല്ലോ. ഈ സത്യം രാഷ്ട്രീയപരമായ കാരണങ്ങൾ കൊണ്ട് അംഗീകരിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കുട്ടികൾ പഠിക്കണ്ട എന്ന് പറയുന്നതാണ് യഥാർത്ഥ ഫാസിസം. അപ്പൊ ഇതിനെതിരെ പ്രതികരിക്കുന്നവരാരൊക്കെയാണോ അവരുടെ പേരിലാണ് നടപടി എടുക്കേണ്ടത്, അധ്യാപകരുടെ പേരിലല്ലെന്നാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. 27 വർഷത്തെ കഠിനമായ ജയിൽവാസം, അതായത് ഇരട്ട ജീവപര്യന്തം 50 വർഷമാണ് മനുഷ്യനെ ശിക്ഷിച്ചത്. അതിൽ എത്ര കഠിനമായ ജോലികളായിരുന്നു അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിപ്പിച്ചിരുന്നത് നമുക്ക് ചരിത്ര പുസ്തകങ്ങൾ പരിശോധിച്ചാൽ വളരെ വ്യക്തമാണ്. 13.5 വർഷം ഏകാന്ത തടവിന് വിധിക്കപ്പെട്ട ഒരാളും സ്വാതന്ത്ര്യസമര ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. 13.5 വർഷം. അദ്ദേഹത്തിന്റെ ജയിലറയ്ക്ക് തൊട്ട് മുന്നിലാണ് അദ്ദേഹത്തിന്റെ കഴുത്തിൽ കിടന്ന തകിടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് D എന്നാണ്. D ഫോർ ഡേഞ്ചർ, ഏറ്റവും അപകടകാരി എന്നുള്ള രീതിയിൽ ബ്രിട്ടീഷുകാരൻ കണ്ടെത്തിയ സ്വാതന്ത്ര്യസമര സേനാനി. ഈ 14 വർഷക്കാലം അദ്ദേഹത്തിന്റെ ജയിലിന്റെ തൊട്ട് മുന്നിലാണ് മനുഷ്യനെ തൂക്കിക്കൊന്നിരുന്നത്. അവിടെ തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട പ്രതികളുടെ ശിക്ഷ നടപ്പാക്കിയത് അദ്ദേഹത്തിന്റെ തൊട്ട് മുന്നിലാണ്. ഒന്നാലോചിച്ച് നോക്കും, നമ്മളൊരു 5 ദിവസം നമുക്ക് അങ്ങനെ കഴിയാൻ പറ്റുമോന്ന്? ഈ ഞാനും നിങ്ങളും അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിന് വേണ്ടി 13.5 വർഷക്കാലം ഒരു മനുഷ്യനെ ഇത്രയേറെ ഏകാന്ത തടവിലാക്കി ക്രൂരമായ ശിക്ഷാ നടപടികൾക്ക് വിധേയമാക്കിയിട്ട് ഇപ്പോഴും നിരന്തരമായി ഇങ്ങനെ അപമാനിക്കുന്നതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് ഇതിനെതിരെ വന്നിരിക്കുന്ന പ്രതിഷേധങ്ങൾ. ഞാൻ അധ്യാപകനെ അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു. 1942 ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് നടക്കുന്ന സമയത്ത് ഇന്ത്യയിൽ ഒട്ടാകെ അതിനനുകൂലമായ ഒരു തരംഗം ഉണ്ടായ സമയത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി പരസ്യമായി എഴുതിയ ഒരു കത്ത് പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ്. പ്യൂറൻ ചന്ദ് ജോഷി എന്നറിയപ്പെടുന്ന PC ജോഷി. ഈ PC ജോഷി എഴുതിയ കത്ത്, അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം വരട്ടെ, കാലത്ത് ബ്രിട്ടീഷുകാരെ സഹായിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് ഒഫീഷ്യലി കത്തയച്ച രാഷ്ട്രീയ നേതാവിന്റെ പേര്? ഈ ചോദ്യം എന്റെ അഭിപ്രായത്തിൽ അടുത്ത ദിവസം ആ ചോദ്യം വരണം. അതിന് ഒരേ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ, PC ജോഷി. ഈ ബ്രിട്ടീഷുകാരെ സഹായിച്ച് ഒളിഞ്ഞും തെളിഞ്ഞും സഹായിച്ച പല ആളുകളും ഉണ്ടെങ്കിലും ഇത്രയ്ക്ക് പരസ്യമായി ഞങ്ങൾ നിങ്ങൾക്കൊപ്പം നിൽക്കാം ഈ രാഷ്ട്രത്തെ വഞ്ചിക്കാൻ എന്ന് കത്തെഴുതിയ ഒരാളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തണം. സ്വാതന്ത്ര്യസമര സേനാനികളിൽ യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യസമര സേനാനികൾ ആരായിരുന്നെന്നും കൂടുതൽ കാലം ജയിൽവാസം അനുഭവിച്ചത് ആരായിരുന്നെന്നും നമ്മുടെ കുഞ്ഞുങ്ങൾ അറിയണം. ഇന്നലെ വരെ, അല്പം മുമ്പ് ഈ ചർച്ചയുടെ കുറച്ച് ഭാഗങ്ങളിൽ കേൾക്കാൻ സാധിച്ചു, ഇന്നലെ വരെ ഈ വികലമായ ഒരു ചരിത്ര രചന നടത്തി അത് ഒരു നെഹ്റുവിയൻ ഭാഗമായിരുന്നു എന്നും എനിക്ക് എല്ലാ ബഹുമാനവും ആദരണീയനായ മഹാത്മാഗാന്ധിയോട് നിലനിർത്തിക്കൊണ്ട് തന്നെ എനിക്ക് ഈ ചർച്ച കേട്ടിരിക്കുന്ന പൊതുസമൂഹത്തോട് ചോദിക്കുക, ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ആരാണ്? ഇന്ത്യയുടെ ഇപ്പൊ ഞാൻ ഇതിനെ വിമർശിച്ച് പല രീതിയിലും വരുന്ന പോസ്റ്റുകളിൽ ശ്രദ്ധിച്ചു. ആധികാരികമായി പറയാനാവില്ല അത് സവർക്കറാണെന്ന്. 50 വർഷം ശിക്ഷിച്ചത് മാത്രമാണ്. 50 വർഷം അദ്ദേഹം ശിക്ഷ ഏറ്റുവാങ്ങിയിട്ടില്ല. അദ്ദേഹം എത്ര വർഷം ശിക്ഷ ഏറ്റുവാങ്ങി? 13.5 വർഷം ശിക്ഷ ഏറ്റുവാങ്ങിയ ഒരു സ്വാതന്ത്ര്യ സമരസേനാനിയുടെ പേര് പറയൂ. രണ്ടാമത് വന്നാൽ 11 വർഷം മാത്രമാണ് ചരിത്രം പഠിച്ചത്. അതും പല കാലഘട്ടങ്ങളിലായി. ഒരുമിച്ച് 13.5 വർഷം ഏകാന്ത തടവിന് വിധിക്കപ്പെട്ട, 27 വർഷം കഠിന തടവിന് വിധിക്കപ്പെട്ട, 50 വർഷം ആകെ അദ്ദേഹത്തിന്റെ വീട്ടിലിറങ്ങലിൽ ഉൾപ്പെടെ 50 വർഷം
സ്വാതന്ത്ര്യ സമരത്തിന് പോരാടിയതിന്റെ പേരിൽ ജയിലിൽ കിടന്നുള്ള വ്യക്തി മറ്റാരാണ്? ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം പ്രസക്തമാണ്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ആരാണ്? നിങ്ങൾ ചോദിക്കൂ, ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ആരാണ് എന്ന് സെർച്ച് ചെയ്താൽ കിട്ടുന്ന ഉത്തരം എന്താണെന്ന് പരിശോധിച്ചതിന് ശേഷം നമുക്ക് ചർച്ച മുമ്പോട്ട് കൊണ്ടുവന്നിരിക്കും കൂടുതൽ ഉചിതം പറയും. ഞാനിത് പറയുന്നത് മഹാത്മാഗാന്ധി എന്ന വലിയ മനുഷ്യൻ, ഏറെ ആദരിക്കപ്പെടുന്ന ബഹുമാനിക്കപ്പെടുന്ന മനുഷ്യനോട് എല്ലാ സ്നേഹവും നിലനിർത്തിക്കൊണ്ട് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ആരാണെന്ന് ചോദ്യത്തിന് വ്യക്തമായ ഉത്തരമില്ല. കാര്യം ഒഫീഷ്യലി ഇന്ത്യ ഒരാളെ രാഷ്ട്രപിതാവായി അംഗീകരിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അത്തരം ചോദ്യങ്ങൾ കൂടി നമ്മുടെ കുട്ടികൾ പഠിക്കണ്ടേ? അത് ഒഫീഷ്യലി അംഗീകരിക്കണമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. അപ്പോഴും അത് ഒഫീഷ്യലി പറഞ്ഞിട്ടില്ല. ഈ പറയുന്ന ആളുകൾ ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്തിട്ടില്ല VD സവർക്കറാണ് ഏറ്റവും കൂടുതൽ കാലം ഇരുന്നിരിക്കെ ആരാണ് ആ സ്ഥാനത്തിന് യോഗ്യൻ? ഏറ്റവും കൂടുതൽ കാലം ജയിലിൽ കിടന്നത് സവർക്കർ അല്ലെങ്കിൽ മറ്റാര് എന്ന സ്പെസിഫിക് ആയ ഉത്തരം കൃത്യമായി പറയണം. അങ്ങനെ പറയുന്നവർ രാഷ്ട്രപിതാവായി ഗാന്ധിജിയെയും ഒഫീഷ്യലി അംഗീകരിച്ചിട്ടില്ല എന്നുള്ളത് അംഗീകരിക്കാൻ തയ്യാറാവണം. ഞാനൊരു കമ്പാരിസൺ നടത്തിയത് ഒരു കാരണവശാലും മഹാനായ ഗാന്ധിജിയെ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടിയല്ല. ഈ ഒഫീഷ്യലി തപ്പുന്നവർക്ക് വേണ്ടിയുള്ള ഒരു യുക്തിസഹമായ ചോദ്യം മാത്രം മുമ്പോട്ട് വെക്കാൻ മാത്രമാണ് ആഗ്രഹിച്ചത്. എന്താണെങ്കിലും ആ അധ്യാപകനെ അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു. യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യ സമര സേനാനികൾ ആരായിരുന്നെന്നും ചരിത്ര പുസ്തകത്തിൽ അവരുടെ യഥാർത്ഥ ഇടം എന്തുമെന്ന് മനസ്സിലാക്കി പുതുതലമുറ അതിനെ കൃത്യമായി അടയാളപ്പെടുത്താൻ ഒരു കാരണം മാത്രമായിരിക്കുകയാണ് ഈ ചോദ്യം എന്നാണ്, ഈ ചർച്ച എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അദ്ദേഹത്തിനെതിരെ എന്ത് നടപടികൾ ഉണ്ടായി എന്ന് പറഞ്ഞാലും ആ നടപടികൾക്ക് ഉത്തരവിടുന്നവർ യഥാർത്ഥ ഫാസിസ്റ്റുകളാണെന്ന് കൂടി പൊതുസമൂഹം തിരിച്ചറിയണം എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. വ്യക്തമാണ് ശ്രീ അരുൺ മോഹൻ.